അപ്പം ഈ കൊറിയോഗ്രാഫി ജേണി ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഡാൻസിലേക്കുള്ള സാറിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്? സാറിൻ്റെ കരിയർ ഈ കൊറിയോഗ്രാഫി ആണെന്ന് തോന്നുന്ന ലൈക്ക് ഇതാണ് ചൂസ് ചെയ്യാം എന്ന് തോന്നിയത് എപ്പോഴാണ്? നമുക്കിതൊന്നും പറയാനില്ല, അങ്ങനെ അതങ്ങ് പോയി. പക്ഷെ ആ പാനിങ് ഒഴിവാക്കാമായിരുന്നു പിന്നീട് ആണ് മനസ്സിലാവണത്. ആ പാനിങ്ങിൽ മനസ്സിലാവുന്നുണ്ട് അത് വൺ ടേക്ക് ആണ്. അത് പെട്ടെന്ന് പിടുത്തം കിട്ടും, പെട്ടെന്ന് പാൻ ചെയ്യും. അത് പെട്ടെന്നാണ് ലൈക്ക് ഈ ഇവിടുന്ന് ഷാപ്പിലോട്ട് എൻട്രി വരുന്ന അവിടെ നേരെ 360 കറങ്ങി ഒരാൾ താഴെ വീഴുന്നുണ്ട്. വീഴുമ്പം ക്യാമറ കൂടെ പാൻ ചെയ്യും. അത് ഒഴിവാക്കാമായിരുന്നു, അത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആമേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആമേൻ്റെ വട്ടോളി അച്ഛൻ്റെ ഹിറ്റായിട്ടുള്ള അതിനകത്തൊരു സ്വാഗും ഇതും സ്റ്റെപ്സും അതൊക്കെ ഭയങ്കരമായിട്ട് ആ സമയത്തെ ലൈക്ക് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയ ഒരു റേറ്റ് ആയിരുന്നു. അത് ഈ 3 മിനിറ്റിനുള്ളിൽ ചെയ്യണം ഇതെല്ലാം. 2 മിനിറ്റ് സെക്കൻഡ്സ് വരും. വൈറ്റ് ഷോട്ട് തിരിഞ്ഞു വരുമ്പോൾ 80s പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം ഡാൻസേഴ്സായ ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമ. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുന്ന മൂൺ വാക്ക് എന്ന സിനിമയുടെ ഡാൻസ് കൊറിയോഗ്രാഫറായി ശ്രീജിത്ത് ദാസ്ലറാണ് നമ്മുടെ കൂടെ ഇന്ന് വോയിസ് ടോക്സിലുള്ളത്. ഹായ് സാർ. സാർ, ഈ കുറേ നാൾക്ക് ശേഷമാണ് മലയാളത്തിലൊരു ഡാൻസ് ബേസ്ഡ് മൂവി, എനിക്കൊന്നും മലയാളത്തിലൊരു ഫസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം, ആ മൂവിയിലേക്ക് ഒരു ഡാൻസ് കൊറിയോഗ്രാഫറായിട്ടുള്ള ഒരു കമ്മിങ് സാർ എങ്ങനെ അത് കാണുന്നു? മലയാള സിനിമയില് പൊതുവെ ഈ മലയാളത്തില് ഒരു ഡാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഡാൻസ് മൂവീസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. വന്നിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും ഈ മോഡേൺ ഡാൻസുമായിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡോ അല്ലെങ്കിൽ അത്തരം ഒരു ന്യൂ ഏജ് ഡാൻസ് ഫോം പോലുള്ള പരിപാടികളൊന്നും തന്നെ ഇതുവരെ മലയാളത്തിൽ സംഭവിച്ചു. സാധാരണ കഥകളി അങ്ങനത്തെ ക്ലാസിക് ആർട്ട് ഫോംസിന്റെ സിനിമകളാണ് കൂടുതലും. ഇത് ഒരു മോഡേൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബ്രേക്ക് ഡാൻസ് കൾച്ചറിലുള്ളൊരു ഒരു പടം, അതിലൊരു കൊറിയോഗ്രാഫർ ആവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യം ചെയ്തൊരു കാര്യമാണ്. അതിന് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് സാറിനോടും അതിൽ പ്രവർത്തിച്ച പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഇതൊരു എൻ്റെ കരിയറിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആണെന്ന് തന്നെ പറയാം. അത്തരം വലിയൊരു കാര്യമാണ് സംഭവിച്ചത്. ഐ ആം സോ ഹാപ്പി. അപ്പം ഈ കൊറിയോഗ്രാഫി ജേണി ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഡാൻസിലേക്കുള്ള സാറിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡാൻസ് ആക്ച്വലി അതിൽ കുറച്ച് പോർഷൻ, ഇപ്പൊ ഈ മൂൺ വാക്കിലൊരു പോർഷൻ തന്നെ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയുടെ ചെറിയൊരു കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റെ ലൈഫിലെ ഒരു പാട്ട്. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കാണുന്നത് ഒരു പെരുന്നാളിന് പള്ളിയിൽ വെച്ചിട്ടാ, പള്ളി പ്രോഗ്രാമിൽ വെച്ചിട്ടാ. പടത്തിൽ നേരെ അമ്പലത്തിലാണ്. അപ്പൊ അതങ്ങനെ ഒരു ആ ജേണി, അങ്ങനെയാണ് തുടക്കം. എനിക്കൊരു ഡാൻസ് ഞാൻ അറിയാതെ ഒരു ബ്രേക്ക് ഡാൻസ് കാണുന്നു, എനിക്കത് ഇഷ്ടമാവുന്നു, അത് പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് എന്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. 80s കാലഘട്ടം അതേപോലെ കാലഘട്ടത്തിലായിരുന്നു. അതെ. ഞാനത് വെച്ചാല് നമ്മളിപ്പം പണ്ട് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ വെക്കേഷൻ ടൈമില് പാരന്റ്സ് കുട്ടികളെ നമ്മുടെ സ്വന്തം ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു പരിപാടി. അങ്ങനെയുള്ളൊരു സമയത്ത് എന്നെ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഓരോ വെക്കേഷനും നമ്മളെ കൊണ്ടാക്കുമല്ലോ. അതുപോലെ തോപ്പുംപടി, ഫോർട്ട് കൊച്ചിയില് ആ ഭാഗത്ത് തോപ്പുംപടിയില് എന്റെ റിലേറ്റീവ് അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീട് അവിടെ. അപ്പം അവിടെ കൊണ്ടാക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈം ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ 10th തോന്നുന്നു, 10th അതെ, അപ്പോഴാണ് ഇതുപോലെ ഒരു ബ്രേക്ക് ഡാൻസ് കാണാനുള്ള ഒരു അവസരം അവിടെ വെച്ചുണ്ടാവുകയും അത് ഇഷ്ടപ്പെടുകയും അത് പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അത് സ്വന്തമായിട്ട്, അത് അന്ന് ആരും പഠിപ്പിക്കാനൊന്നുമില്ലല്ലോ, സ്വന്തമായിട്ട് കണ്ട് അന്വേഷിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ അത് അപ്പൊ ആ സമയത്തൊക്കെ സ്കൂളിൽ പോയി ഷൈൻ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. സിനിമയിലും അങ്ങനെ തന്നെയാണല്ലോ, പടത്തിലും അങ്ങനെ തന്നെ. അതെ. അങ്ങനെയാണ് ആക്ച്വലി ഡാൻസിലേക്ക് ഞാൻ വരുന്നത്.
ആദ്യം തന്നെ കൊറിയോഗ്രാഫിയാണ് ചെയ്തത്, അല്ലാണ്ട് പെർഫോമൻസ് Performance അല്ല. അല്ല. അത് എന്റെ അനിയനെ വെച്ചിട്ട്, ഉം. അനിയനും എന്റെ സുഹൃത്തിനെ വെച്ചിട്ട് ആദ്യം ഒന്ന് ഞാൻ കമ്പോസ് ചെയ്തു. Okay. അത് നല്ല അഭിപ്രായം വന്നപ്പം പിന്നെ അത് ഫർദറായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഇടയ്ക്ക് പെർഫോം ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ തുടക്കം. എൻ്റെ സാറിൻ്റെ കരിയർ ഈ കൊറിയോഗ്രാഫി ആണെന്ന് തോന്നുന്ന ലൈക്ക് ഇതാണ് ചൂസ് ചെയ്യാം എന്ന് തോന്നിയത് എപ്പോഴാണ്? ഓ അത് അത് ബേസിക്കലി ഞാനൊരു പെർക്കഷനിസ്റ്റ് ആയിരുന്നു ആദ്യം. പെർക്കഷൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ മേഖല. പണ്ട് ഗാനമേള, അതുപോലെ ഭജൻസ്, അങ്ങനെയാണ്. ഞാൻ തബല വായിക്കും, കമ്പോസറും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഡ്രംസും ഒക്കെ വായിച്ചിട്ട് അങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അതായിരുന്നു ഒരു മേജർ പരിപാടി. പിന്നെ ഫൈൻ ആർട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്തു പോകുമായിരുന്നു. പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് കലാഭവനിൽ പോയി പഠിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അത് പഠിപ്പിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുകയും ക്ലാസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ് എടുത്ത് കുറേ അധികം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതെനിക്ക് ഇഷ്ടമായി തുടങ്ങി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഡാൻസ് ഒരു പ്രോഗ്രാമുകളൊക്കെ വന്നു തുടങ്ങിയത്. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ വളരെ കുറവായിരുന്നു. വളരെ ഇന്നത്തെ പോലെ അല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പേസ് കിട്ടിയാലും നമുക്ക് അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഇതിനോട് ഇഷ്ടം തോന്നുന്നത്. പിന്നെ ക്ലാസ്സുകൾ കൂടുതൽ പോവുകയും കുറേ അധികം ആളുകളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം ഒരു സുപ്രാത്തിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ സുഹൃത്തുമായിട്ടുള്ള മമ്മാസ് എൻ്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ. അതാണ് എൻ്റെ ഫസ്റ്റ് മൂവി വന്നിട്ട് സിനിമ കമ്പനിയാണ്. അതിലാണ് തുടക്കം. ഇത്രയും നാളും ചെറിയ പരിപാടി ഇവൻറ്റ്സിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്തു, പിള്ളേരെ പഠിപ്പിച്ചു. പെട്ടെന്നൊരു സിനിമയിൽ ലൈക്ക് എങ്ങും സാർ അസിസ്റ്റ് ഒരു പടം അതിന് മുമ്പ് ചെയ്തിട്ടുമില്ല. ഫസ്റ്റ് അങ്ങനെ ഒരു ജേണി ലൈക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നേരത്തുള്ള ചലഞ്ചസ് എങ്ങനെയായിരുന്നു? സിനിമയോട് അന്ന് എനിക്ക് ഭയങ്കര ഒരു കമ്പം, സിനിമയോട് അങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കമ്പമൊന്നും ഇല്ല. കൂടുതലും സ്റ്റേജ് അല്ലെങ്കിൽ നല്ല പ്രസന്റേഷനോടൊക്കെയാണ് എനിക്ക്. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിനോടാണ് കൂടുതൽ താല്പര്യം. എന്തിലും ഒരു ക്രിയേറ്റീവ് സൈഡ് കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇഷ്ടം അതായിരുന്നു. പക്ഷേ സിനിമ ചെയ്തപ്പം ആദ്യം അതെനിക്കൊരു ഇഷ്ടം തോന്നി. കാരണം കുറെ പോപ്പുലർ ആയിട്ടുള്ള സ്പേസ് ആണല്ലോ, പെട്ടെന്ന് റെക്കഗ്നൈസേഷൻ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ആണ്. കൂടുതൽ നമുക്ക് കുറെ അപ്രിസിയേഷൻ കിട്ടുന്ന കുറെ ആളുകൾ, അങ്ങനെ അതാണ് അതുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പക്ഷെ അതിൻ്റെ അകത്ത് എന്താ പറയുക, മലയാളത്തിൽ ക്രിയേറ്റീവ് ആയിട്ടൊരു സ്പേസ്, എന്തെങ്കിലും സംതിങ് പുതിയൊരു സാധനം ചെയ്യാനുള്ള സ്പേസ് പൊതുവെ കുറവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം, മറ്റുള്ള കൊറിയോഗ്രാഫേഴ്സിനൊക്കെ. പക്ഷെ ഇത് ഒരു അസിസ്റ്റന്റിന് ഇതുവരെയും ഒരു കൊറിയോഗ്രാഫറുടെ കൂടെ അസിസ്റ്റ് ചെയ്യാതെ ആദ്യമായിട്ട് ഒരു പടത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറെ അപ്രിസിയേഷൻ കിട്ടുക സംഭവിച്ചപ്പം എന്തോ എനിക്കെന്തോ കിട്ടിയതുപോലെയൊക്കെ തോന്നി, എന്തൊക്കെയോ സംഭവിച്ചതുപോലെ. പരിപാടി കൊള്ളാൻ തോന്നുന്നു. അങ്ങനെയാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഓപ്പർച്യൂണിറ്റി ചോദിച്ചാലും ഞാൻ ഇതുവരെ ആരോടും അവസരങ്ങൾ ചോദിച്ചു പോയിട്ടില്ല. അവസരങ്ങൾ തേടി വരിക. അതെ, ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്രോജക്റ്റുകൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ അതിന്റെ പുറകിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക. ഡാൻസ്, ഒരു സിനിമയുടെ ഡാൻസ് പോർഷൻ വരുമ്പം ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരത്തേ ഉള്ളല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡാൻസ് കൊറിയോഗ്രാഫർ ആണല്ലോ. അത് ഫുൾ അത് എങ്ങനെ ആള് മൂവ്മെന്റ് മുതൽ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സ്റ്റെപ്സ് വരെ എല്ലാം ഫുൾ കമ്പോസ് ചെയ്തെടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ആ ചലഞ്ച് സാർ എങ്ങനെയാണ്, ലൈക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് അവിടെയാണ്. കാരണം ഡാൻസേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈസിയാണ്, കാരണം അവർക്ക് കുറച്ച് ഡാൻസ് അറിയാം, നമുക്ക് നമ്മളുടെ കൈപ്പിടിയിൽ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ടാസ്ക് ആയിട്ടുള്ളത് നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതിലുള്ള അങ്ങനത്തെ ഡാൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്ക് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് ആമേലിലെ വൺ ടേക്ക് സോങ് ആണ്. അതിലൊരാളും ഡാൻസേഴ്സ് ഇല്ല, എല്ലാവരും ക്യാരക്ടേഴ്സ് ആണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ക്യാരക്ടേഴ്സും അതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു 3 മിനിറ്റോളം ഉള്ള സീക്വൻസ് ആണ്. ക്യാമറ ഫസ്റ്റ് ലൈക്ക് അവരെ ഇങ്ങനെ ഫോളോ ചെയ്ത്, പിന്നെ അതിനെ ഫുൾ മൂവ്മെൻറ്റിലും ആ പാട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഓരോ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ക്യാമറ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സാധനം ഹാപ്പനിങ് ആണ്. അവിടെ നിന്ന് നെക്സ്റ്റ് ഫ്രെയിം
ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അടുത്ത ഡാൻസ് മൂവ്മെൻറ്റ്സ് വേറെ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നു, അവർ ഡാൻസ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സാർ കൊറിയോഗ്രാഫി ചെയ്തത്? അല്ല അത് അതാണ് ഇതിന്റെ ഒരു ടാസ്ക്. ഞാൻ ആദ്യമായിട്ടാണ് അത് വൺ ടേക്ക് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിന് ഈ വൺ ടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഷാർപ്പിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ പോയി അത് റഫായിട്ട് എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിച്ചു, എങ്ങനെ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാം, ഏതൊക്കെയാണ് സോഴ്സസ് നോക്കിയിട്ട്. ലിജു സാർ പറഞ്ഞു തന്നോ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്? സീൻ ബ്രീഫ് ചെയ്ത് തന്നായിരുന്നു. ലിജു ഇതൊരു വൺ ടേക്ക് ആണ്, ഇങ്ങനെ കള്ളൊരു ഷോപ്പാണ്. ഇന്ത്യന്റെ ക്യാരക്ടർ 2 ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, ഇവരുടെ ഒരു സ്ട്രഗിളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. അന്ന് ആക്ച്വലി അത് ഷൂട്ട് ചെയ്യുമ്പം ലിജുവിന് കാല് ഒരു ചെറിയൊരു ഫ്രാക്ചർ ആയിട്ട് നീരൊക്കെ വെച്ചിട്ട് അങ്ങ് നിൽക്കുന്നതുകൊണ്ട് അധികം ഇൻവോൾവ് ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു, കുറച്ച് എനിക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹം സ്റ്റാർട്ടും എൻഡും എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിരുന്നു. ലൈക്ക് എൻട്രി പാടത്ത് ഇങ്ങനെ നടന്നു വരുന്നു എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. അത് കുറച്ച് ടഫായിരുന്നു മീൻസ്, പക്ഷെ എങ്കിലും ഇത്രത്തോളം പോയി. അതെ, അല്ല അത് ആക്ച്വലി ഒരു 3 ടേക്കില് 4ാമത്തെ ടേക്കിന് അത് എത്രയായി. പക്ഷെ അതിന്റെ അകത്ത് കുറച്ച് ടഫ് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. കാരണം ക്രെയിൻ നമ്മളവിടെ നിന്ന് തള്ളി മാറ്റണം. കാരണം ക്രെയിനിലാണ് ആദ്യം സ്റ്റഡിക്കാൻ പറ്റിയിരിക്കുന്നത്. അല്ല ഇന്നത്തെ പോലെ ഗിംബലോ അങ്ങനത്തെ എക്യുപ്മെന്റ്സും കുറവായിരുന്നല്ലോ ആ സമയത്ത്. അന്ന് സ്റ്റഡിക്യാം ക്രെയിനിൽ സ്റ്റഡിക്യാമിന്റെ ആളെ വെച്ചിട്ട് അത് മേളിലേക്ക് പൊക്കി വെക്കും. എന്നിട്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്രെയിൻ താഴെ വന്നിട്ട് ഇയാൾ സ്റ്റഡിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ക്രെയിൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം, മാറ്റണം. അല്ലെങ്കിൽ ഫ്രെയിമിൽ അത് ഈ 3 മിനിറ്റിനുള്ളിൽ ചെയ്യണം. ഇതെല്ലാം 3 മിനിറ്റ് അല്ല, 2 മിനിറ്റ് സെക്കൻഡ്സ് മാറ്റണം. അല്ലെങ്കിൽ അടുത്ത ഫ്രെയിമിൽ വരും വൈറ്റ് ഷോട്ട് തിരിഞ്ഞു വരുമ്പോ. അപ്പൊ അതൊക്കെ പുള്ളി ഞങ്ങളൊക്കെ തന്നെയാണ് അത് ഇങ്ങനെ. ഇത് ലൈക്ക് ഇത് ഔട്ട് സാറ് കണ്ടപ്പോൾ ലൈക്ക് ആ പടം ഷാപ്പ് സോങ് കണ്ടപ്പം ലൈക്ക് എന്തായിരുന്നു തോന്നിയത്? ലൈക്ക് അത്ര എഫോർട്ട് ഇട്ട് അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് അത് ശരിക്കും വൺ ടേക്ക് പോലെ തോന്നി. അതാണ് അത് പറയാൻ പാടില്ല. ആ ലൈഫ് തോന്നിയോ? അല്ല അത് പിക്ചറൈസേഷൻ നന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ അത് വൺ ടേക്ക് പോലെ ഇരിക്കണം. ഡാൻസ് കാണാൻ പറ്റില്ല, വൺ ടേക്ക് പോലെ ഫീൽ ചെയ്യരുത്. നമ്മൾ വൺ ടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വൺ ടേക്ക് പോലെ ഫീൽ ചെയ്യാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതാണല്ലോ ഒരു ടാസ്ക്. ഇത് ശരിക്കും വൺ ടേക്കിന്റെ ഫീൽ അതിൻ്റെ അകത്തുണ്ട്. അത് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു പാനിങ് ഉണ്ട്, ഷിഫ്റ്റ് ഉണ്ട്. ആ പാനിങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് കുറച്ചുകൂടെ രസമായി വന്നേനെന്ന് എനിക്ക് തോന്നി. കാരണം ചെയ്തതിന് ശേഷമാണ് ലിജോ ഓക്കെ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ അത് അങ്ങ് പോയി. പക്ഷെ ആ പാനിങ് ഒഴിവാക്കാമായിരുന്നു പിന്നീട് ആണ് മനസ്സിലാവണത്. ആ പാനിങ്ങിൽ മനസ്സിലാവുന്നുണ്ട് അത് വൺ ടേക്ക് ആണ്. അത് പെട്ടെന്ന് പിടുത്തം കിട്ടും, പെട്ടെന്ന് പാൻ ചെയ്യും. അത് പെട്ടെന്നാണ് ലൈക്ക് ഇവിടുന്ന് ഷാപ്പിലോട്ട് എൻട്രി വരുന്ന അവിടുന്ന് നേരെ 360 കറങ്ങി ഒരാൾ താഴെ വീഴുന്നുണ്ട്. ആ വീഴുമ്പം ക്യാമറ കൂടെ പാൻ ചെയ്യും. അത് ഒഴിവാക്കാമായിരുന്നു, അത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് അതിനകത്തുള്ള ഒരു ചെറിയ. അതേപോലെ തന്നെ ആമേന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആമേന്റെ വട്ടോളി അച്ഛന്റെ ഹിറ്റായിട്ടുള്ള അതിനകത്തൊരു സ്വാഗും ഇതും സ്റ്റെപ്സും അതൊക്കെ ഭയങ്കരമായിട്ട് ആ സമയത്തെ ലൈക്ക് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയ ഒരു റേറ്റ് ആയിരുന്നു. അത് എങ്ങനെ സാറിന് വർക്ക് ചെയ്തെടുത്തത്? ആ പടത്തിൽ ആക്ച്വലി കുറേ സ്ഥലങ്ങളില് 2 ഇരട്ടകൾ, അതായത് ട്വിൻസുകളെ കുറേ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. പള്ളി പൊളിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്, പള്ളിയുടെ അകത്തും പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് ഈ ട്വിൻസുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ലിജോ എൻ്റെ അടുത്ത് പറയുന്നത് 2 പേരെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്വിൻസിനെ കണ്ടെത്താനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തി, കുറെ കോൾ ചെയ്ത് ഒരു ട്വിൻസിനെ കണ്ടെത്തി. പക്ഷെ ഷൂട്ടിന്റെ തലേദിവസം എന്ന് പറയുന്നത് ആ ട്വിൻസ് വരില്ല. അപ്പൊ പിന്നെ ടാസ്ക് ആയി. പിന്നീട് എന്റെ 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അജിത്ത്, താജു എന്ന് പറഞ്ഞ 2 പേര്. അവര് മീശയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അവരെ തന്നെ അങ്ങനെ ആക്കിയിട്ടാണ് അത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു. മീൻസ് എന്റെ മൂവ്മെന്റ് ഫോളോ ചെയ്യുന്ന ആളുകളെ വെച്ചിട്ട് ചെയ്തപ്പോ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട്. അത് ഈ സിനിമയിലുള്ള മറ്റൊരു സാധനം എന്താണ്, കാരണം നമ്മൾ ഇപ്പൊ എന്റെ ബോഡി ലാംഗ്വേജ് അല്ല എന്റെ തോട്ടിൽ വരുന്ന
ആ ഒരു കൾച്ചറിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അത് അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എനിക്ക് ആ ഇവരുടെ ബിൽഡപ്പ് ആ ജമ്പൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റി. അതാണ്. പിന്നെ അഭിനന്ദൻ നല്ല ക്യാമറ ചെയ്തത്. അഭിനന്ദൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് അതിനകത്ത് പാടത്തിറങ്ങി വെള്ളത്തിനകത്ത് ഡാൻസ് കളിക്കുന്ന സ്റ്റെപ്പൊക്കെ. അല്ല അത് മാത്രമല്ല, അത് അഭിനന്ദൻ എപ്പോഴും പുറകെ നിന്ന് ഇങ്ങനെ പറയാറ്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ടൈം കിട്ടി അത് വർക്ക് ചെയ്യാനായിട്ട്. അതായത് ഓരോ ലൊക്കേഷനിലും അവിടെ തന്നെ ചുറ്റുവട്ടം തന്നെയാണ് ലൊക്കേഷൻ. അപ്പൊ ഞാൻ നേരത്തെ പോയി എന്റെ മൊബൈലില് ലൊക്കേഷൻ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടു കാണിച്ച് സാങ്ഷൻ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഓരോ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഈവൻ ടൗൺ കാണിക്കുന്ന അതിനകത്തൊരു സീക്വൻസ് ഇല്ലേ, പട്ടണം ഒരു കടകളൊക്കെ ഉള്ള സ്പേസ് കാണിക്കുന്നു. അപ്പം അവിടെ ഫുള്ള് യൂസ് ചെയ്ത് അതൊക്കെ ഓൾറെഡി നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്ന ഒരു സ്പേസ് ആണ്. പക്ഷെ എങ്കിലും നമുക്ക് ഇവിടെ ഇന്ന പോലെ നമ്മൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് ലിജോ പറയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ തിരിച്ചു വെച്ചിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അന്ന് പാനിക് ആവുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അന്ന് പെട്ടെന്ന് പാനിക് ആവുമായിരുന്നു. കാരണം അയ്യോ എന്ത് ചെയ്യും. കാരണം അന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യം ഉള്ളത് മൂവ്മെന്റുകളാണ്. എന്ത് മൂവ്മെന്റ് വെക്കും, എങ്ങനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ആ സോങ്ങിന്. അതാണ് എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന മൂവ്മെന്റ് ആണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ മൂവ്മെന്റ് മാത്രമല്ല ഒരു കൊറിയോഗ്രാഫിയിൽ ആവശ്യം. അതിന്റെ ആ സിനിമയുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അതിലുള്ള കൾച്ചറിലുള്ള മൂവ്മെന്റ്, ഈ ക്യാരക്ടേഴ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് ബാധകമാണ് ഒരു പീസ് ചെയ്യുമ്പോൾ. അപ്പൊ അത്രയും ഡീപ്പായിട്ട് വർക്ക് ചെയ്താലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. പക്ഷെ അന്ന് അത്ര ഡീപ്പ് അല്ല. കാരണം ഞാൻ ഇതുവരെ അസിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് അന്ന് ആ പടത്തിൽ മിക്കവാറും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൻ. കാരണം അവിടെ ഓൾറെഡി സീൻ ഷൂട്ട് നടക്കുമ്പോഴും ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു, മോണ്ടറിന്റെ ബാക്കിലിരിക്കും. എന്നിട്ട് നമ്മള് ഇങ്ങനെ ചൂസ് ചെയ്യും, ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തും. അറിയില്ല, മോണ്ടറിന്റെ ബാക്കിൽ പോയി നിന്നിട്ട് അവിടെ ഒരു പാത്രം ഇരിക്കണ്ട, അത് അവിടെ നിന്ന് മാറ്റണം, മിച്ചത് മോശമാണ്, അത് കൊള്ളൂല. ഇപ്പൊ അങ്ങനെ നമ്മള് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ആ പാത്രം നിന്ന് മാറ്റി അങ്ങനെ പറയുമ്പോ നമുക്കറിയാം നമ്മളുടെ ജഡ്ജിങ് കറക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ഇത്ര സെൽഫ് സ്റ്റഡി അതാണ് എനിക്ക് കുറെ അധികം ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ പാന്തറിൽ കുറെ ടെക്നിക്കൽ സാധനങ്ങളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാന്തറിൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത് ട്രിനിറ്റിയിലാണ്. അപ്പം ഇങ്ങനെ പുതിയ എക്യുപ്മെന്റ്സ് ലെൻസിങ്ങിലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റണതൊക്കെ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ലൈക്ക് ആമേൻ എടുക്കുന്ന സമയത്തെ എക്യുപ്മെന്റ്സും പരിപാടിയല്ല ഇപ്പോഴത്തെ കാലത്തുള്ള. അപ്പം അത്രയും ഡിഫറൻസ് ഉണ്ട്. 10 ഇയർ കൊണ്ട് അത്രയും ഇൻഡസ്ട്രി മാറി. അപ്പം അതിനനുസരിച്ച് നമ്മൾ സെൽഫായിട്ട് ലൈക്ക് പോളിഷ് ചെയ്യണം, അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഈ എക്യുപ്മെന്റിന് പ്രത്യേകിച്ച് ലെൻസിങ്, അതേപോലെ ചില ടെക്നിക്, ചില എക്യുപ്മെന്റുകൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇതിന്റെ ക്ലൈമാക്സ് ആക്ച്വലി ബോൾട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. പക്ഷെ എന്തോ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, ബോൾട്ടിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പുതിയ എക്യുപ്മെന്റുകളും പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കാരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ആ ക്യാരക്ടറെ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ഇമോഷൻ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കാൻ പറ്റും, അതിനെ ബലം കൊടുക്കാൻ പറ്റും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ സോങ്സ് നമുക്ക് നേരത്തെ കിട്ടുമോ, അതോ ലൈക്ക് സോങ്സ് എത്രമാത്രം ജഡ്ജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് സ്റ്റെപ്പ് കമ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട്? മിക്കവാറും സോങ്ങുകൾ നേരത്തെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അത് നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുള്ള സോങ്ങുകളാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അതിപ്പം പുതിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ മൂൺ വാക്കില് നോർമൽ സിനിമ പോലെ അല്ല ഷൂട്ട് ചെയ്തത്. സാധാരണ സിനിമയ്ക്ക് പറയുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ സോങ് തരുന്നു, അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നു, മൂവ്മെന്റ് ഉണ്ടാക്കുന്നു, ലൊക്കേഷനിൽ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇത് അങ്ങനെയല്ല ഷൂട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ലാപ്പിൽ ഞാൻ ഒരു മ്യൂസിക് ഉണ്ടാക്കി എൻ്റെ പ്ലാനിങ്ങിൽ ഞാൻ വർക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് മ്യൂസിക് ഡയറക്ടറെ കൊടുത്ത് മ്യൂസിക് ഡയറക്ടർ അതിനെ മ്യൂസിക് ചെയ്ത് അങ്ങനെയാണ് വെച്ചത്. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ അത് ആദ്യം മുതലേ എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം
ശരിക്ക് ബേസിക്കലി ഇത് സ്ട്രോങ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പ്ലാൻ എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം ഇന്നത്തെ കാലം മാറിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സ്പേസിലാണ്. കാരണം ഇപ്പം ഹിപ്പ് ഹോപ്പിന്റെ കൾച്ചർ തന്നെ ഭയങ്കര എല്ലാ സ്പേസിലും വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഡാൻസ് സ്റ്റുഡിയോസിലും എല്ലാ സ്റ്റുഡിയോയിലും ഇപ്പം വളരെ ഡീപ്പായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹൗസ് ആണെങ്കിലും എല്ലാ സ്റ്റൈലുകളും. അപ്പം അത്തരം സ്പേസിലേക്ക് നമ്മൾ ഈ പഴയ കൾച്ചറിലുള്ള ബ്രേക്ക് ഡാൻസ് വെച്ചിട്ട് ഒരു സിനിമ പറയാന്ന് പറയുന്നത് അന്നത്തെ ഭയങ്കര ലാഗാണ്. അന്നത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ അന്ന് എന്ന് പറയുന്നത് പഴയ സിനിമ വളരെ ചുരുക്കം മൂവ്മെന്റ്സ് ഉള്ളൂ. ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് റോപ്പ് ഇപ്പോ ഇങ്ങനെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് ഒരു സിനിമ ത്രൂ ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചു എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യാം, അതിലെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോർഷനിലേക്ക് ചില ഏരിയകൾ മാത്രം. അദ്ദേഹം കുറച്ച് ട്രാക്കുകൾ ചെയ്ത് തന്നിരുന്നു. ഗംഭീര ട്രാക്കുകളാണ് ചെയ്ത് തന്ന. ട്രാക്കുകളെല്ലാം അമേസിങ് ട്രാക്കുകളാണ്. ഒരു ട്രാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ലൈക്ക് സാറിന് തോന്നുന്നുണ്ട് നമുക്ക് ഇന്ന സ്റ്റെപ്പ് യൂസ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമുക്കിവിടെ തീർച്ചയായിട്ടും അതിലും പോസിബിൾ അല്ലല്ലോ. അത് നമ്മൾ ഏത് കൾച്ചറിലാണ് ഉള്ളതെന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക. നമുക്കത് കഥ, അതിന്റെ ബാക്ക് സ്റ്റോറി, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്. അല്ല, അത് മാത്രമല്ല, അതുണ്ട്, അത് ബേസിക്കലി ഉണ്ടാവുമല്ലോ. അതല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ ചില ഓരോ കൾച്ചർ ഉണ്ടല്ലോ. അതായത് ഈ പറയുന്ന പോലെ ഇപ്പൊ ബ്രേക്ക് ഡാൻസ് തന്നെ എങ്ങനെ മോഡേൺ ആണെങ്കിൽ അങ്ങനെയല്ല, ഓരോരുത്തർ ഓരോ രീതിയാണ്. ഫോക്ക് ഐറ്റം ഓരോരോ പരിപാടികളാണല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും ഓരോരോ രീതികളുണ്ട്. ആ രീതികളിൽ തന്നെ ട്രീറ്റ് ചെയ്താലേ അത് പെർഫെക്റ്റ് ആവും എന്ന് വെച്ചാൽ അത് മാത്രവുമല്ല, നമുക്കതിന് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടി കൊടുത്താലേ അത് റീച്ച് ആവും. കാരണം പുതിയ ജനറേഷൻ ഓഫ് ഓഡിയൻസ് ആണ്, അവർ കാണുന്നത് വേറെ ഇതാണ്. കാരണം ഇപ്പൊ എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികൾ, എന്റെ മക്കളും അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഴയ പരിപാടികൾ ഇപ്പൊ റെട്രോ ഇതാണല്ലോ 80s കാലഘട്ടത്തിൽ നടക്കുന്ന പരിപാടിയാണ് മൂൺ ലൈറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റോറി 80s സ്റ്റോറി റെട്രോ, ഇത് ലൈക്ക് 80s റെട്രോ സ്റ്റോറീസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പം ഇതിൽ ഒട്ടും ലാഗില്ലാതെ അത് പ്രസൻറ്റ് ചെയ്യുക, അതും ഡാൻസിൽ കൂടി പ്രസൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എത്രമാത്രം സാറിനത് ലൈക്ക് സാറിനത് എങ്ങനെ അത് ഈ ചാലഞ്ചസ് എങ്ങനെ അപ്സ്കിൽ ചെയ്യാൻ പറ്റി? വളരെ പ്രഗത്ഭരായ എൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവര് ജിഷ്ണുവും അബീം, അതേപോലെ പിന്നെ ഇപ്പം വളരെ പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന തനുജും ശ്വേതാവാര്യരും അഖിലും, പിന്നെ സിനിമയിൽ എപ്പോഴും എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മനു സ്പ്രിംഗ്, ഇത്രയും പേരായിരുന്നു, 7 പേരായിരുന്നു എൻ്റെ ഫുൾ ക്രൂ ആയിട്ട് വന്നിരുന്നത്. അപ്പൊ അവരോടെല്ലാം ഞാൻ ഇങ്ങനെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോ പോർഷനും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത്, അപ്പൊ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ പറയും, ഇവർ എഴുതിയെടുക്കും, പ്ലാൻ ചെയ്യും, അപ്പോൾ എന്നിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഞങ്ങള് ചിലപ്പോൾ ചില മൂവ്മെന്റുകൾ ഞങ്ങൾ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ചൊന്ന് കാണും, അതിനെ കുറിച്ച് പഠിക്കും, പറയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. ചില ആളുകൾ റിസർച്ച് ചെയ്ത് കുറച്ച് പേപ്പർ കൊണ്ടുവരും. അങ്ങനെ കുറെ ഇതിന്റെ പിന്നിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ നമ്മൾ 80s അന്ന് സമയത്തുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പെല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ഈ സ്റ്റോറിക്ക് അനുസരിച്ച്. അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് തോന്നിയിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ തരണം ചെയ്തത് കുറച്ചൊക്കെ ഇന്നത്തെ ട്രെൻഡിലുള്ള കുറച്ച് ലോക്കിങ്, പോപ്പിങ്, അങ്ങനെ കുറച്ച് സ്റ്റൈലുകൾ നമ്മൾ അതിനകത്ത് കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അറിയാത്ത രീതിയിൽ ചില സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് ബ്രേക്ക് ഡാൻസ് പഠിച്ചു വരുന്നവരാണ്, അല്ലെ താനെ പഠിക്കുന്നവരാണ്. അപ്പൊ ആദ്യം എന്താണോ അതായിരിക്കില്ല അടുത്ത സ്റ്റേജിൽ, അങ്ങനെ അത് ഗ്രോത്ത് നമ്മളിങ്ങനെ കാണിച്ചു ചെയ്തിട്ടുണ്ട്. ആ ഗ്രോത്ത് ആണ്, അതിന്റെ പീക്കാണ് നമ്മളുടെ ക്ലൈമാക്സിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ക്ലൈമാക്സ് പോർഷനിലോട്ട് എത്തുമ്പോഴാണ് അവര് അപ്പോഴാണ് ഒരു പെർഫോമറായിട്ട് മാറുന്നത്. അത്ര ഒരു വർക്ക് ചെയ്തിട്ടില്ല. ഇത് അപ്പം ഇതിനെടുത്ത് പറയേണ്ടത് ഈ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള 6 പേരാണ്. അപ്പം അവരെ ലൈക്ക് നമ്മൾ റാൻഡംലി പിക്ക് ചെയ്യുമായിരുന്നു, ഓഡീഷൻസ് വഴി പിക്ക് ചെയ്യുമായിരുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ ചെയ്ത് ആ സമയത്ത് ഡാൻസ് ട്രെയിൻ ചെയ്തുമായിരുന്നു. ആദ്യം ഇവര് ഓഡീഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മള് ഗ്രൂമിങ് വെച്ചത്. ആ ഗ്രൂമിങ്ങിൽ നമ്മളിങ്ങനെ ഗ്രൂമിങ്ങിൽ പോലും നമുക്ക് കൃത്യമായി ഇന്ന ക്യാരക്ടറാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ലാസ്റ്റ് ടൈമിലാണ് ഫിക്സ് ചെയ്തത്. പക്ഷെ നമ്മളെല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തത്. ഇവർക്ക് കൃത്യമായ ഒരു വാം അപ്പ് സെക്ഷൻ ഉണ്ടായിരുന്നു,
ഒരു ഒരു കൃത്യമായ ഒരു ചട്ടം, ഒരു ചിട്ടക്കൂട് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇവരെ ട്രീറ്റ് ചെയ്തത്. അതിൽ എല്ലാ മൂവ്മെന്റ് ആയാലും വർക്കൗട്ടുകളായാലും സ്ട്രെങ്തനിങ് ആയാലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അവർ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ക്യാരക്ടർ ചൂസ് ചെയ്തത്. ഇവരെല്ലാം ഡാൻസേഴ്സ് ആയിരുന്നു ആദ്യം, ലൈക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ. മറ്റുള്ളവരെല്ലാവരും, കാരണം ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന പോലെ ചില വേവ് ടെക്നിക്സുകളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാം. പക്ഷെ പോപ്പിംഗ് കിട്ടുക എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല. ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക്, വളരെ ചില ടെക്നിക്സുകളൊക്കെ പെട്ടെന്ന് കിട്ടില്ല. അതുപോലെ തന്നെ ചില മൂവ്മെന്റുകൾ, ഈ കാരണം ബോഡി കോർഡിനേഷൻ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ ഈ ബോഡി കോർഡിനേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് പ്രീ വർക്ക് ചെയ്യണം. ഇവരുടെ ഫിസിക്കലി എല്ലാ ആക്ടിവിറ്റികളിൽ കുറേ പല സാധനങ്ങൾ ആഡ് ചെയ്ത് ആ ബോഡി കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് വേണം ഈ മൂവ്മെന്റുകൾ ഫിക്സ് ചെയ്യാൻ. അപ്പം അത്തരം ട്രീറ്റ്മെന്റുകൾ അതിന് മുമ്പുണ്ട്. ഇതിലൂടെ മെഡിറ്റേഷൻ അടക്കം അവർക്ക് കൊടുത്തിരുന്നു ഫോക്കസ് കിട്ടാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ് അവരെ പ്രോസസ്സിലൂടെ അവർ കടന്നു പോയി. അതെ അതെ, അതുകൊണ്ടാണ് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ അവർ നന്നായി ചെയ്യുന്നുണ്ട്. അന്ന് വ്യക്തമായി ഡാൻസേ അറിയില്ലാത്തവരും ഉണ്ടായിരുന്നു കൂടെ. അവർ പക്ഷെ ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. അതായത് അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ 3 മാസത്തോടെ ഇവർ ഒരുമിച്ചായിരുന്നു പറഞ്ഞു. അപ്പൊ അത് സിനിമയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഓ തീർച്ചയായിട്ടും 100% ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരു നമ്മൾ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താ ബിഗ് ബോസ് പോലെ. അപ്പൊ അവരുടെ മാനസികമായിട്ട് പരസ്പരം ഒരു ബോണ്ടിങ് പോലെ ആയി. എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. പല കാര്യങ്ങളും ഷെയർ ചെയ്ത് ഓപ്പൺ ആയി അവർ. അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്റെ അഭിപ്രായത്തിൽ മലയാള സിനിമ ഈ ഒരു രീതിയിലാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചില സാധനങ്ങൾ, എല്ലാ സിനിമകളും പ്രാക്ടിക്കൽ അല്ല, പക്ഷെ എങ്കിലും ചില സിനിമകൾ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ഇതുപോലെ തന്നെ ആ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ ഒരു ഗ്രൂമിംഗ് സെക്ഷൻ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട് കിട്ടും. അവർ തമ്മിലുള്ള കെമിസ്ട്രി സിനിമയിൽ അറിയാനും പറ്റുന്നുണ്ട്. അതെ അതെ, വളരെ ഡീപ്പായിട്ട് കിട്ടും. സർ, സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് MJക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് നമ്മൾ ആ ക്ലൈമാക്സ് പോർഷൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി സ്റ്റോറിയിൽ അങ്ങനെ പ്ലാൻഡ് ആയിരുന്നു, ലൈക്ക് ക്ലൈമാക്സിൽ MJക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം? ആക്ച്വലി നമുക്കിങ്ങനെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് സാറ് സംസാരിച്ചാൽ എനിക്ക് അറിയുള്ളൂ, സാറിന് അറിയുള്ളൂ. എന്റെ മനസ്സിൽ അങ്ങനെ ട്രിബ്യൂട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജാക്സൺ ആയിരുന്നു ഫിക്സ്. നമ്മൾ ജാക്സനെ ഫിക്സ് ചെയ്തിരുന്നു. ജാക്സനാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ ജാക്സൺ പെർഫോമൻസ് ആണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ സിബി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സുര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. പിന്നീട് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് അതിന് ക്ലൈമാക്സിൽ ഇത് എങ്ങനെ എത്തിക്കും. ജാക്സൺ എന്തായാലും ചെയ്യണം. പക്ഷെ ജാക്സൺ കൂടാതെ വേറെ നമുക്ക് എന്തെങ്കിലും വേറെ സ്റ്റൈല് കൊണ്ടുവന്നിട്ട് ചെയ്യാം എന്നുള്ള പ്ലാൻ വന്നു. അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇങ്ങനെ ഡെയിലി ഓരോ ദിവസങ്ങളിലും പല രീതിയിൽ ഡിസ്കഷൻ. തെയ്യം കൊണ്ടുവന്നാലോ, അങ്ങനെ പല പരിപാടികളൊക്കെ നമ്മൾ ആലോചിച്ചു മൂവ്മെന്റ് ബേസിൽ. അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ടെമ്പിള് ആദ്യം ടെമ്പിളിൽ അവനെ കാവടിയാക്കിയതും അങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവരാം. അങ്ങനെ കുറെ തോട്ട്സ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. പിന്നീടാണ് നമ്മളിങ്ങനെ ഈ ഒരു ആഫ്രോ രീതിയിലുള്ള പരിപാടി പിടിക്കാം എന്ന് വിചാരിച്ചത്. എന്നിട്ട് അതില് ആ ആഫ്രോന്റെ പരിപാടിയിൽ തന്നെ നമ്മൾ മൂവ്മെന്റുകൾ ആഡ് ചെയ്തുകൊണ്ട്, കാരണം അത് ഈ കാല് ചെറിയൊരു പരിപാടി അല്ല അത്. കാരണം ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, കാലിൽ ഭയങ്കര പെയിൻ വരും. അപ്പൊ അങ്ങനെ ചെയ്യാം എന്നുകൊണ്ട് ഫിക്സ് ചെയ്തു. പിന്നീട് അതില് ബ്രേക്ക് ഡാൻസ് മൂവ് കാല് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ടെക്നിക്സുകളൊക്കെ വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആലോചിച്ചു. അങ്ങനെ പിന്നെ അതിനുവേണ്ടി മാത്രം ട്രെയിനിങ് എല്ലാ ദിവസവും സ്പെഷ്യൽ ട്രെയിനിങ് സിബിക്ക് സുരയ്ക്ക് കൊടുത്തു. സുര ഡെയിലി ഈ ലെഗ് മൂവ്മെന്റുകൾ സ്ഥിരം ചെയ്ത് അങ്ങനെ ആദ്യം ലെഗ് കറക്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ അത് ലെഗ് ഹാൻഡ് മൂവ്മെന്റ് ക്ലബ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് മൂവ്മെന്റുകൾ, ബോഡി കൊണ്ടുള്ള മൂവ്മെന്റുകൾ ക്ലബ് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഈ 3 month ടൈമിൽ നടന്ന ഈ ക്ലൈമാക്സിലെ സീക്വൻസ് ഒക്കെ ലാസ്റ്റത്തെ ടൈമൊക്കെ ആയപ്പോഴാണ്, ഷൂട്ടിന് മുമ്പൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പിന്നീട് അത് ഡെയിലി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് വെച്ചിട്ട് അതങ്ങനെ വർക്ക് ചെയ്തെടുത്തതിന് ശേഷം ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, അതിലൊരു ഗ്രൂപ്പുണ്ട് സുരയ്ക്ക്. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. അത് ശ്രാവൺ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഉണ്ട്, അവനാണ് ഡൂപ്പ് ചെയ്തത്.
കാരണം അതിൽ ഹെഡ് സ്പിന്നും, പക്ഷെ അത് ആരും അറിഞ്ഞിട്ടില്ല. കറക്റ്റ് മാച്ചാണ്. കട്ട് ചെയ്തത് ഒരിക്കലും മനസ്സിലായില്ല. ഇപ്പോഴാണ് ഞാൻ റിവീൽ ചെയ്തത്, ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ഞാൻ പറഞ്ഞപ്പോഴാണ് അത് ഒരാൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ്, അല്ല അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു, ശരിക്കും ബിൽഡായി. പിന്നെ മൂവ്മെന്റില് ഈ സുരയ്ക്ക് ഈ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.